ഈ മാനസാന്തരം നിങ്ങൾക്കറിയാമോ? അതായത് ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ അനുവർത്തിച്ചു വന്നിരിക്കുന്ന ഈ ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ മതഭക്തിക്കോ യാഗങ്ങൾക്കോ ബലികൾക്കോ ഒന്നും പാപികളും ദോഷികളും എന്നുള്ള പദവിയിൽ നിങ്ങളെ രക്ഷിപ്പാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ ഉപേക്ഷിച്ച് കളയണം. ഇന്നേ വരെ പാപമോചനം നൽകി തരുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത നമ്മുടെ പിതൃ പാരമ്പര്യങ്ങളും മതഭക്തികളും നമ്മൾ വിട്ടുകളഞ്ഞിട്ട് സ്വർഗം വിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും പാപപരിഹാര ബലിയായിട്ട് ഇറങ്ങി വന്ന് നമുക്ക് ഓരോരുത്തരുടെയും മറുബലിയായിട്ട് നമ്മുടെ അവന്റെ പ്രാണനെ നൽകി തന്ന ഈ യേശുക്രിസ്തുവിനെ, അവൻ നമുക്കറിയാലോ മരിക്കുക മാത്രമല്ല അടക്കപ്പെടുക മാത്രമല്ല, അവൻ മരണത്തെ ജയിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുമ്പോഴേ ഈ യേശുക്രിസ്തുവിനെ നമ്മൾ ഏക രക്ഷകനും ഏക കർത്താവും ഏക ദൈവമായിട്ട് അംഗീകരിക്കണം. അവനെ അല്ലാതെ മറ്റൊന്നിനെ ആരാധിപ്പാൻ സ്വർഗം അനുവദിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. ആരാധനയ്ക്ക് യോഗ്യൻ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. മരിച്ചു പോകുന്ന മനുഷ്യരെയോ മരിച്ചു പോയവരുടെ കല്ലറയിലോ നമ്മൾ വണങ്ങല്ല. മരിച്ചു പോകുന്ന ഒരു പുരോഹിതനെ നോക്കി ഇനിയും പിതാവ് എന്നും വിളിക്കല്ലേ. കാരണം യേശുക്രിസ്തു മാത്രമാണ് എല്ലാത്തിനും യോഗ്യൻ. അവൻ മാത്രമാണ് തിരുമേനി എന്നുള്ള പദത്തിന് പോലും യോഗ്യൻ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ആ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മരിച്ചു പോകുന്ന മനുഷ്യർക്ക് കൊടുക്കുന്നിടത്തോളം പാപം വേറെ ഇല്ല. ദൈവത്തെ അല്ലാതെ ആരെയും കർത്താവെ നമ്മൾ സ്തുതിപ്പാൻ പാടില്ല. ആ യേശുക്രിസ്തുവിനെ അല്ലാതെ ആരെയും നമ്മൾ മഹത്വപ്പെടുത്തുവാനോ വാഴ്ത്തുവാനോ കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. മറ്റതെല്ലാം പാപമാണ്. ആകയാൽ ഇതിനെല്ലാം നമ്മൾ തള്ളിക്കളയേണ്ടോ? ഇത്രയും നാളും നമ്മൾ ഇതെല്ലാം ആചരിച്ചു വന്നിട്ടും പാപത്തിൽ നമ്മളെ രക്ഷിപ്പാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കൊരു മാനസാന്തരം ആവശ്യമാണ്.